ഇവിടെ രണ്ട് സ്കാവഞ്ചേഴ്സിന് ഉപേക്ഷിക്കപ്പെട്ട ഒരു മെഡിക്കൽ സെന്ററിൽ നിന്ന് ഒരു സ്ട്രേഞ്ച് ആയ ഡിവൈസ് കിട്ടുന്നു. അവരത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്തൊരു വലിയ മെറ്റൽ പീസ് ഉണ്ട്. അത് കണ്ട് ഹാപ്പി ആയവർ വേഗം തന്നെ അത് ജങ്ക്യാർഡിൽ കൊണ്ടുകൊടുത്ത് കാശാക്കുന്നു. അന്ന് രാത്രി യാർഡ് ഓണർ ജോൺ കടയടയ്ക്കുന്നതിന് മുൻപ് ആ മെറ്റൽ പീസിൽ നിന്ന് തിളക്കമുള്ള ഒരു പൗഡർ പുറത്തു വന്നത് നോട്ട് ചെയ്യുന്നു. അത് കണ്ട് ഇഷ്ടമായ അയാൾ തന്റെ ഫാമിലിക്ക് കാണിച്ചു കൊടുക്കുന്നതിനായി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതുപോലെ ഒത്തിരി പൗഡർ പുറത്തു വരുന്നു. ജോൺ തന്റെ ഫാമിലിക്ക് മാത്രമല്ല തന്റെ ഫ്രണ്ട്സിനെയും വിളിച്ച് അത് കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ അവിടെയുള്ള ആർക്കും അത് അപകടം നിറഞ്ഞൊരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണെന്ന് അറിയില്ല. വൈകാതെ തന്നെ അവർക്കെല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ് സ്റ്റാർട്ട് ആവുന്നു. അതേസമയം ജോണിന്റെ വൈഫ് ആ മെറ്റൽ പീസ് വന്നതിന് ശേഷമാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് പറഞ്ഞ് അതും എടുത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. നോക്കുമ്പോൾ അത് എന്താണെന്ന് പോലും അറിയാതെ ബസ്സിൽ കൊണ്ടുപോയി അതിലുണ്ടായിരുന്ന എല്ലാവരുമായി സമ്പർക്കം ഉണ്ടാക്കുന്നു. അതിനുശേഷം അവർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഡയറക്ടറിന് അവർ പറയുന്നതൊന്നും വിശ്വാസം വരുന്നില്ല. അതേസമയം ജോണിന്റെ വൈഫ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ടയേർഡായി വോമിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ആ മെറ്റൽ പീസ് അവിടെ വെച്ചിട്ട് ഇത് എങ്ങനെയെങ്കിലും നശിപ്പിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ആരും അത് ശ്രദ്ധിക്കാതെ അവരവരുടെ കാര്യം അന്വേഷിച്ചു പോകുന്നു. നോക്കുമ്പോൾ വൈകാതെ തന്നെ ഒത്തിരി രോഗികൾ ഒരേ സിംറ്റംസുമായി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറിന് സംശയം തോന്നി മാർക്കസ് എന്ന ന്യൂക്ലിയർ ഫിസിസ്റ്റിന് കോൾ ചെയ്യുന്നു. മാർക്കസിന് ആ സിംറ്റംസ് കേട്ടപ്പോൾ തന്നെ എവിടെയോ ന്യൂക്ലിയർ ലീക്കേജ് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ റേഡിയേഷൻ ഡിറ്റക്ടർ എടുത്തുകൊണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. നോക്കുമ്പോൾ പകുതി ദൂരം എത്തിയപ്പോഴേക്കും ആ ഡിവൈസിൽ നിന്ന് നിർത്താതെ ബീറ്റ് സൗണ്ട് കേൾക്കുന്നു. അവർ വേഗം തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ ഫയർ ഫൈറ്റേഴ്സ് ആ മെറ്റൽ പീസിനെ നദിയിൽ ഉപേക്ഷിക്കുന്നതിനായി കൊണ്ടുപോകുന്നു. അത് കണ്ട് ഷോക്കായ മാർക്കസ് അത് എത്ര ആപത്ത് നിറഞ്ഞതാണെന്ന് പറഞ്ഞ് ഉടനെ തന്നെ എല്ലാവരെയും ഒഴിഞ്ഞു പോകാൻ പറയുന്നു. അതിനുശേഷം അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എല്ലായിടത്തും റേഡിയേഷൻ ലെവൽ അളവിൽ കൂടുതലാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ജോൺ വഴി ആ ഡിവൈസ് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അവർ മനസ്സിലാക്കുന്നു. സോ മാർക്കസ് ആ ഡിവൈസിനെ പറ്റി അന്വേഷിക്കുന്നതിനായി ന്യൂക്ലിയർ എനർജി പ്രോഗ്രാമിന്റെ ഡയറക്ടറായ ഡോക്ടർ ആലന് കോൾ ചെയ്യുന്നു. അപ്പോഴാണ് അവർക്ക് ആ ഡിവൈസിൽ ഉണ്ടായിരുന്നത് സീസിയം എന്ന വളരെ അപകടം നിറഞ്ഞ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണെന്ന് മനസ്സിലാവുന്നത്. ഇതിൽ മോശമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പൗഡർ ഫോമിലായതുകൊണ്ട് വൈകാതെ തന്നെ സിറ്റി മുഴുവൻ സ്പ്രെഡ് ആവും. അതുകൊണ്ട് അവർ ഉടനെ തന്നെ വലിയൊരു ക്വാറന്റൈൻ ഫെസിലിറ്റി ഉണ്ടാക്കി ആ ഡിവൈസുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന എല്ലാവരെയും ഐസൊലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതേസമയം ആലൻ ആ ഡിവൈസിനെ പരിശോധിക്കുന്നതിനായി വരുമ്പോൾ അതിനടുത്തേക്ക് പോകാൻ കഴിയാത്ത വിധം റേഡിയേഷൻ കൂടുതലാണ്. അതുകൊണ്ട് വേഗം തന്നെ അത് കോൺക്രീറ്റ് യൂസ് ചെയ്ത് സീൽ ചെയ്യാൻ അദ്ദേഹം പറയുന്നു. അങ്ങനെ അവർക്ക് കുറച്ച് ടൈം കിട്ടുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ വൈകാതെ അതിൽ നിന്ന് സീസിയം ലീക്ക് ആവാൻ തുടങ്ങി വലിയൊരു ദുരന്തമായി മാറുന്നു.